സിദ്ധുവിനെ ഇനിയും കണ്ടെത്താൻ ഗിരിയേട്ടന് സാധിച്ചില്ലേ? സിദ്ധു എവിടെയാ ഉള്ളത്? ഒരു വാക്കുപോലും പറയാതെ സിദ്ധു എവിടേക്കാ പോയത്? ഈശ്വര, ഇന്ന് ഗിരിയേട്ടന് സിദ്ധുവിനെ കണ്ടെത്താൻ സാധിക്കണേ. എടുത്തിമ്മ എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ തോന്നുന്നു. ഹേയ്, ഒന്നുമില്ല. മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നി. പറയ് റാണി. ഏട്ടൻ എവിടെ പോയതാ ഏട്ടത്തിയമ്മ? അത് ടൗണില് സാധനം എടുക്കാൻ പോയതല്ലേ, എല്ലാ മാസവും പോകുന്ന പോലെ. ഓ, സാധനം എടുക്കാൻ പോയതാണോ? അല്ല, സാധാരണ സാധനം എടുക്കാൻ പോകുമ്പോ എന്നോട് പറയുന്നതാ. ഇത്തവണ എന്തു പറ്റി? ഓ, തിരക്കിട്ട് പോയപ്പോ എന്നോട് പറയാൻ മറന്നതായിരിക്കും അല്ലേ? അതെ. റാണി മോളെ, നീ എന്താ ചിന്തിക്കുന്നേ? ഇല്ല, ഒന്നുമില്ല. ഏട്ടത്തിയമ്മ ഇനി എന്നാ ജോലിക്ക് പോകുന്നത്? പോണം. എന്നാ? അതിനും ഞാൻ ഹോസ്പിറ്റലിലൊന്നും ജോയിൻ ചെയ്തില്ലല്ലോ റാണി. ജോയിൻ ചെയ്യണം. എവിടെയായിരിക്കും ജോയിൻ ചെയ്യുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഉടനെ ജോയിൻ ചെയ്യുമോ? അതും തീരുമാനിച്ചിട്ടില്ല. ശരി, ഏട്ടത്തിയമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഏട്ടത്തിയമ്മ എന്ത് തീരുമാനം എടുത്താലും അത് ഞങ്ങളുടെ ഏട്ടനെ ബാധിക്കുന്നതാവരുത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. റാണി എന്തിനാ അങ്ങനെ പറഞ്ഞത്? പാർവതിയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹം നടക്കാനോ? ഇല്ല, അവർ തമ്മിലുള്ള വിവാഹം ഇനി ഒരിക്കലും നടക്കില്ല. നിങ്ങളോ പാർവതിയോ കരുതുന്ന പോലെ ഒരാളല്ല സിദ്ധാർത്ഥൻ. അയാൾ ഒരു ഫ്രോഡാണ്. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രോഡ്. പണത്തെ മാത്രമാണ് അയാൾ സ്നേഹിക്കുന്നത്. പ്രതീക്ഷിച്ച ലാഭം പാർവതി വിവാഹം കഴിച്ചാൽ കിട്ടില്ലെന്ന് തോന്നിയപ്പോ അയാൾ വളരെ ഈസി ആയിട്ട് പാർവതി ഒഴിവാക്കി. ഇരട്ടാ, എന്തോ പറ്റി? എന്താ ഉഷാറില്ലായ്മ? എന്തോ വിഷമമുള്ളത് പോലെ.